വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ചാപ്റ്ററിൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്ന ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ഫസ്റ്റ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, Articles of Association, Consent of Proposed Directors, Agreement, Statutory Declaration, Receipt of Payment of Fees. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നോക്കാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ദി പ്രിൻസിപ്പൽ ഡോക്യുമെൻറ്റ് as it defines the objectives of the company. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനീസ് ആക്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതുകൊണ്ടാണ് ഇതിനെ പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് എന്നറിയപ്പെടുന്നത്. ഓരോ കമ്പനിക്കും പ്രത്യേകം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കണം. No company can legally undertake activities that are not contained in its memorandum of association. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫൈൻ ചെയ്ത ഒബ്ജക്റ്റീവ്സ് പ്രാപ്തമാക്കാൻ വേണ്ടി മാത്രമേ ഒരു കമ്പനിക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാടുള്ളൂ. അതല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് വോയിഡാണ്, അതിന് വിലയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് എന്ന് നമുക്ക് പറയാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ആവശ്യമായ വിവരങ്ങളൊക്കെ ഡിഫറൻറ്റ് വകുപ്പുകളായിട്ടാണ് അല്ലെങ്കിൽ ക്ലോസസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് ഓരോ ക്ലോസസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലോസസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ്, നെയിം ക്ലോസ്. ദിസ് ക്ലോസ് കണ്ടെയ്ൻസ് ദി നെയിം ഓഫ് ദി കമ്പനി വിത്ത് വിച്ച് ദി കമ്പനി വിൽ ബി നോൺ. കമ്പനി ഏത് പേരിലാണോ അറിയപ്പെടുന്നത് ആ പേരാണ് നെയിം ക്ലോസിൽ സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ കമ്പനിയുടെ യഥാർത്ഥ പേരെന്താണ്, ആ പേര് രജിസ്ട്രാർ അംഗീകരിച്ച പേര് എന്താണോ ആ പേരാണ് നെയിം ക്ലോസിൽ ചേർക്കേണ്ടത്. സാധാരണയായിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം ലിമിറ്റഡ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തിരിക്കണം. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും ചേർത്തിരിക്കണം. നെക്സ്റ്റ്, രണ്ടാമത് വരുന്നതാണ് രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ് ഓർ ഡൊമിസൈൽ ക്ലോസ്. രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദി നെയിം ഓഫ് ദി സ്റ്റേറ്റ് ഇൻ വിച്ച് ദി രജിസ്ട്രേഡ് ഓഫീസ് ഓഫ് ദി കമ്പനി ഈസ് പ്രപ്പോസ്ഡ് ടു ബി സിറ്റുവേറ്റഡ്. ഏത് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ ഈ ഒരു കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസിൽ അല്ലെങ്കിൽ ഡൊമിസൈൽ ക്ലോസിൽ കാണിക്കേണ്ടത്. അതിൻ്റെ എക്സാക്റ്റ് അഡ്രസ്സ്, രജിസ്ട്രേഡ് ഓഫീസിൻ്റെ എക്സാക്റ്റ് അഡ്രസ്സ് ഇവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. അത് ആ ഒരു എക്സാക്റ്റ് അഡ്രസ്സ് രജിസ്ട്രാർക്ക് 30 ദിവസത്തിനുള്ളിൽ, രജിസ്ട്രേഷന് ശേഷം 30 ദിവസത്തിനുള്ളിൽ സമർപ്പിച്ചാലും മതിയാകും. നെക്സ്റ്റ് വരുന്ന ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. The main object for which company is formed are listed in this clause. കമ്പനി എന്തൊക്കെ പർപ്പസസിന് വേണ്ടിയാണോ ഫോം ചെയ്തിരിക്കുന്നത് ആ ഉദ്ദേശങ്ങളാണ് ഈ ഒരു ക്ലോസിൽ മെൻഷൻ ചെയ്യേണ്ടത്. കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്താണ്, അതർ ഒബ്ജക്ട്സ് എന്താണ്, ഇതൊക്കെ തന്നെ ഒബ്ജക്റ്റ് ക്ലോസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. എ കമ്പനി cannot conduct any business not authorized by its ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസിൽ പറയാത്ത ഒരു കാര്യവും അറ്റൈൻ ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പാടില്ല. ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഒബ്ജക്റ്റ് ക്ലോസിൽ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ പ്രവർത്തിക്കാനുള്ള അധികാരം ഒരു കമ്പനിക്ക് ഇല്ല. നെക്സ്റ്റ് വരുന്ന ക്ലോസ് ആണ് ലാബിലിറ്റി ക്ലോസ്. ദിസ് ക്ലോസ് ലിമിറ്റ്സ് ദി ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ടു ദി amount unpaid on the shares owned by them. ഈ ക്ലോസിൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ
ലാബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് എന്നാണ് എഴുതി ചേർക്കുന്നത്. സാധാരണ ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷെയർ ഹോൾഡർ എത്ര രൂപയുടെ ഷെയറാണോ വാങ്ങിച്ചത്, ആ ഷെയർ വാങ്ങിക്കുന്ന സമയത്ത് മുഴുവൻ തുകയും കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു തുകയും ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല. കമ്പനിക്ക് എത്ര രൂപയുടെ ലോസ് വന്നു കഴിഞ്ഞാലും യാതൊരു തുകയും ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത്. ഇനി ഷെയറുകൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഷെയർ ഹോൾഡർ പകുതി പൈസ മാത്രമേ കമ്പനിക്ക് കൊടുത്തിട്ടുള്ളൂ, ബാക്കി കൊടുക്കാൻ ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര തുക കൊടുക്കാൻ ബാക്കിയുണ്ടോ ആ തുക കമ്പനിക്ക് കൊടുക്കേണ്ടി വരും എന്നല്ലാതെ എക്സ്ട്രാ തുക ഒരു കാരണവശാലും ഷെയർ ഹോൾഡർ കമ്പനിക്ക് കൊടുക്കേണ്ടതില്ല. ആ കാര്യമാണ് ലാബിലിറ്റി ക്ലോസ് എന്ന് പറയുന്ന ഈ ക്ലോസിൽ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ക്യാപിറ്റൽ ക്ലോസ്. This clause specifies the maximum capital which the company will be authorized to raise through the issue of shares. It is also called authorized capital, nominal capital or registered capital. ക്യാപിറ്റൽ ക്ലോസിൽ സൂചിപ്പിക്കുന്നത് ഈ കമ്പനിയുടെ പരമാവധി ക്യാപിറ്റൽ എത്രയാണ്, മാക്സിമം എത്ര ക്യാപിറ്റൽ വരെ കളക്ട് ചെയ്യാനാണ് ഈ കമ്പനിക്ക് അധികാരം കൊടുക്കുന്നത് എന്നാണ് ക്യാപിറ്റൽ ക്ലോസിൽ സൂചിപ്പിക്കേണ്ടത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ക്യാപിറ്റൽ ക്ലോസിൽ എത്രയാണോ കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റലായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് അത്രയും എമൗണ്ട് ക്യാപിറ്റൽ മാത്രമേ ഒരു കമ്പനിക്ക് കളക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു കമ്പനിയുടെ പ്രസൻറ്റ് ക്യാപിറ്റലും ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്യാപിറ്റലും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു തുകയായിരിക്കും ക്യാപിറ്റൽ ക്ലോസിൽ കാണിക്കുന്നത്. ഒരുപാട് വലിയ തുക കാണിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് രജിസ്ട്രേഷൻ ഫീസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കുന്നത് ക്യാപിറ്റൽ ക്ലോസിൽ സൂചിപ്പിച്ചിരിക്കുന്ന ക്യാപിറ്റലിൻ്റെ ബേസിലാണ്. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് ക്യാപിറ്റൽ എത്രയാണ്, അതുപോലെ ഭാവിയിൽ എത്ര ക്യാപിറ്റൽ എക്സ്ട്രാ വേണ്ടി വരും, അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ക്യാപിറ്റലായിരിക്കും ക്യാപിറ്റൽ ക്ലോസിൽ സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ കളക്ട് ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്ത് അതിന് ശേഷം മാത്രമേ കൂടുതൽ ക്യാപിറ്റൽ കമ്പനിക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് അസോസിയേഷൻ ക്ലോസ്. അണ്ടർ ദിസ് ക്ലോസ് ദി സിഗ്നേച്ചറീസ് ടു ദി മെമ്മോറാണ്ടം express their desire and agreement to form a company. They should also give a consent to purchase qualification shares. It must be signed by at least 7 persons in case of a public company and by 2 persons in case of a private company. അപ്പോൾ അസോസിയേഷൻ ക്ലോസിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും ചേർന്നുകൊണ്ട് തങ്ങളൊരു കമ്പനി രൂപീകരിക്കാൻ തയ്യാറാണ് എന്നും തങ്ങൾ എത്ര മിനിമം ഷെയർ എടുക്കണം എന്ന് പറയുന്നുവോ അത്രയും ഷെയറുകൾ എടുക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ് അസോസിയേഷൻ ക്ലോസിൽ സൂചിപ്പിക്കുന്നത്. ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 7 പേര് വേണം. അതുപോലെ ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മിനിമം 2 പേര് വേണം. അങ്ങനെ ആരൊക്കെയാണോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുന്നത് അവരാണ് ഇനീഷ്യൽ ഡയറക്ടർമാരായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഡയറക്ടർമാർക്ക് കമ്പനിയിൽ നല്ലൊരു താല്പര്യമുണ്ട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അവർ മിനിമം നമ്പർ ഓഫ് ഷെയർ പർച്ചേസ് ചെയ്തിരിക്കണം എന്നുണ്ട്. അതിനെയാണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഷെയർസ് എന്ന് പറയുന്നത്. അത്തരം ക്വാളിഫിക്കേഷൻ ഷെയർസ് ഞങ്ങൾ വാങ്ങിച്ചു കൊള്ളാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൂടി അസോസിയേഷൻ ക്ലോസിൽ കൊടുത്തിരിക്കണം. ഇനി നോക്കാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലോസസ്. ഇതുവരെ പഠിച്ച ക്ലോസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് നെയിം ക്ലോസ്, രജിസ്ട്രേഡ് ഓഫീസ് ഓർ ഡൊമിസൈൽ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ് ആൻഡ് അസോസിയേഷൻ ക്ലോസ്. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നോക്കാം. Articles of Association is a document which contains the rules regarding internal management of a company. These rules are subsidiary to the Memorandum of Association. ഇപ്പോൾ കമ്പനീസ് ആക്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു.
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് പ്രൈമർലി ഇറ്റ് കണ്ടെയ്ൻസ് റൂൾസ് റിഗാർഡിംഗ് ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ഷെയർ ഹോൾഡേഴ്സുമായിട്ടുള്ള ബന്ധം, ഷെയർ ഹോൾഡേഴ്സുമായിട്ട് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, അവരുമായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തത് കൺസെൻറ്റ് ഓഫ് പ്രൊപ്പോസ്ഡ് ഡയറക്ടേഴ്സ്. നിയുക്ത ഡയറക്ടർമാരുടെ അനുമതി. എ റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഈച്ച് പേഴ്സൺ നെയിംഡ് ആസ് എ ഡയറക്ടർ ഈസ് റിക്വയർഡ് കൺഫേമിംഗ് ദാറ്റ് ദേ അഗ്രി ടു ആക്ട് ഇൻ ദാറ്റ് കപ്പാസിറ്റി ആൻഡ് അണ്ടർടേക്ക് ടു ബൈ ആൻഡ് പേ ഫോർ ക്വാളിഫിക്കേഷൻ ഷെയർസ്. ഈ കമ്പനിയിലെ നിയുക്ത ഡയറക്ടർമാർ, ഇനീഷ്യൽ ഡയറക്ടർമാർ ആരൊക്കെയാണോ അവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതുകൂടാതെ ഇവർ എത്ര ഷെയറാണോ വാങ്ങിക്കേണ്ടത്, ക്വാളിഫിക്കേഷൻ ഷെയറുകളായിട്ട് എത്ര ഷെയറുകളാണോ വാങ്ങിക്കേണ്ടത് അത്രയും ഷെയറുകൾ വാങ്ങിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഈ അണ്ടർടേക്കിങ്ങിൽ മെൻഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് എഗ്രിമെൻറ്റ്. ദി എഗ്രിമെൻറ്റ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഈസ് അനദർ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് ടു ദി രജിസ്ട്രാർ. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് മാനേജിംഗ് ഡയറക്ടറായിട്ടോ ഹോൾ ടൈം ഡയറക്ടറായിട്ടോ ആരെങ്കിലും അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി കൂടി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, നിയമപരമുള്ള പ്രതിജ്ഞാപത്രം. എ ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് ഓൾ ദി ലീഗൽ റിക്വയർമെൻറ്റ്സ് pertaining to registration have been complied with is to be submitted to the registrar. This statement can be signed by an advocate or a chartered accountant or a cost accountant or a company secretary and a director or manager or secretary of the company. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ ലീഗൽ പ്രൊസീജിയറാണോ ഫോളോ ചെയ്യേണ്ടത് അത്തരം ലീഗൽ പ്രൊസീജിയർ പൂർണ്ണമായും ഫോളോ ചെയ്തു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഡിക്ലറേഷനാണ് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷനിൽ ഒപ്പുവെക്കേണ്ടത് ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, അതുകൂടാതെ നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി. നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫീ. ദി രജിസ്ട്രേഷൻ ഫീ ഹാസ് ടു ബി പെയ്ഡ് ബേസ്ഡ് ഓൺ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി. എല്ലാ ലീഗൽ പ്രൊസീജിയറും ഫോളോ ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും തയ്യാറായി രജിസ്ട്രേഷന് തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് രജിസ്ട്രേഷൻ ഫീ കൊടുത്തുകൊണ്ട് അതിൻ്റെ റെസീറ്റ് ഒബ്റ്റെയിൻ ചെയ്യണം. ആ റെസീറ്റിൻ്റെ ഒരു കോപ്പി കൂടി രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് രജിസ്ട്രേഷൻ സമയത്ത് തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റാണ് നമ്മൾ പഠിച്ചത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഇനി നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഫസ്റ്റ്, ഒബ്ജക്റ്റീവ്സ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദി ഒബ്ജക്ട്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് അതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെയിനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആ ഒബ്ജക്റ്റീവ്സിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഒരു കമ്പനിക്ക് നടത്താനുള്ള അധികാരമുള്ളൂ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ റൂൾസ് ഓഫ് ഇൻറ്റേർണൽ മാനേജ്മെൻ്റ് ആണ്. ഒരു കമ്പനി ഇൻറ്റേർണലായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സുമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഡീലിങ്സ് ആണ് നടത്തേണ്ടത്, അത്തരം കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ഇനി രണ്ടാമത്തത് പൊസിഷൻ, മെയിൻ ഡോക്യുമെൻ്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ടു മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റിലേഷൻഷിപ്പ്.
defines the relationship of the company with the outsiders. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സംബന്ധിച്ചിടത്തോളം കമ്പനിയും ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഡിഫൈൻ ചെയ്യുന്നത്. അത് ഔട്ട്സൈഡേഴ്സിന് അവൈലബിൾ ആണ്. നെക്സ്റ്റ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദി റിലേഷൻഷിപ്പ് ഓഫ് ദി മെമ്പേഴ്സ് ആൻഡ് ദി കമ്പനി. കമ്പനിയുടെ മെമ്പേഴ്സ് അല്ലെ ഷെയർ ഹോൾഡേഴ്സും കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏതൊക്കെ തരത്തിലാണ്, കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാലിഡിറ്റി. ആഡ്സ് ബിയോണ്ട് ദി മെമ്മോറാണ്ടം ആർ ഇൻവാലിഡ് ആൻഡ് കനോട്ട് ബി റാറ്റിഫൈഡ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് പ്രാപ്തമാക്കാനല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം ഒരു കമ്പനി ചെയ്തു കഴിഞ്ഞാൽ അത് വോയിഡാണ്, അതിന് വിലയില്ല. ആ ഒരു കാര്യം പിന്നെ റാക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാ മെമ്പേഴ്സും ചേർന്നുകൊണ്ട് മീറ്റിംഗ് ചെയ്തുകൊണ്ട് അത് കറക്റ്റ് ചെയ്യണമെന്ന് വെച്ചാലും സാധ്യമല്ല. നേരെ മറിച്ച് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ആഡ്സ് വിച്ച് ആർ ബിയോണ്ട് ആർട്ടിക്കിൾസ് ക്യാൻ ബി റാറ്റിഫൈഡ് ബൈ ദി മെമ്പേഴ്സ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് അതീതമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് റാറ്റിഫൈ ചെയ്യാം, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. മെമ്പേഴ്സ് മീറ്റിംഗ് കൂടിക്കൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, നെസസിറ്റി. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ഓരോ കമ്പനിയും അവരവരുടേതായ പ്രത്യേകം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ തയ്യാറാക്കിയിരിക്കണം. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ തയ്യാറാക്കണം എന്ന് നിർബന്ധമല്ല. അവർക്ക് വേണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് പകരം കമ്പനീസ് ആക്റ്റിൽ തന്നെ ഒരു മോഡൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കൊടുത്തിട്ടുണ്ട്, ടേബിൾ എ. ആ ടേബിൾ എ ഉപയോഗിച്ചാലും മതി. ഇതൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.